Hi everyone, welcome to a new video. എൻ്റെ പേര് മനുഷ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു സജഷനായി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സെർച്ച് ലിസ്റ്റിൽ ഈ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയ ഒരാളോ ആയിരിക്കും ഉറപ്പായും. ഞാൻ നിങ്ങളെപ്പോലെയായിരുന്നു. പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച് പല വീഡിയോസ് ഫോളോ ചെയ്ത് പല ജേർണൽസ് വായിച്ച് ഒക്കെയാണ് ഞാനും ഈ ലോകത്തേക്ക് കടന്നു വന്നത്. ഇങ്ങനെയുള്ള പല വീഡിയോസ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പലതരത്തിലുള്ള കോമൻസ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം എന്നെപ്പോലുള്ള സാധാരണ ആയ ആൾക്കാർക്ക് ഇപ്പോഴും പല ആളുകളും പല തരത്തിലുള്ള ബ്ലോഗ്സ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. പലർക്കും മാനിഫെസ്റ്റേഷൻ അത്ര കണ്ട് സക്സസ്ഫുൾ ആവുന്നില്ല. പലർക്കും പല തരത്തിലുള്ള ബ്ലോഗ്സ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇതിന് പല റീസൺസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അത് യൂസ് ചെയ്ത് സക്സസ്ഫുൾ ആവാൻ സാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യമായിട്ട് നമുക്ക് ഇതിനൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അതിനോടൊരു താല്പര്യമുണ്ട് എങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. എനിക്കെങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊരു ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായതെങ്ങനെയാണെന്ന് ഞാൻ പറയും. ഓൾമോസ്റ്റ് 2015 എനിക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് എവിടേക്ക് വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ അത് എങ്ങനെ ലൈഫിൽ യൂസ് ചെയ്യാനോ അങ്ങനെ ഇപ്പം ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും വീട്ടിൽ പോലെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, അതിൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിരുന്നില്ല. ആ സമയത്താണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ എൻ്റെ സെയിം ഡൊമൈനൊക്കെ ആയിരുന്നെങ്കിലും എനിക്ക് ഐ വാസ് ഫേസിങ് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്. എന്താണെന്ന് വെച്ചാൽ പുതിയ ഒരു ടീം, അവിടുത്തെ ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. അതുവരെ എനിക്ക് ടാർഗറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ടാക്ടിക്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രശ്നം. അങ്ങനെ ഒരു 2 വീക്സിൽ തന്നെ ഞാൻ ഓക്കെ ഐ കാൻ ഡു ഫർദർ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തി. അപ്പോൾ എൻ്റെ ടീം ലീഡിനോട് ഞാൻ സംസാരിച്ചു. മാം എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല, സോ ഐ വിൽ ബി ലുക്കിംഗ് ഫോർ അനദർ ജോബ് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് പറ്റുന്നില്ല, നീ SEO അല്ലെങ്കിൽ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ നീ യു ആർ ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് യു ഹാവ് ഇനഫ് എക്സ്പീരിയൻസ്, എന്തുകൊണ്ട് നിനക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അതെനിക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു, ഈ ഒരു എൻ്റെ വർക്ക് അല്ലെങ്കിൽ എൻ്റെ ടാക്ടിക്സ് ഇവിടെ വർക്ക് ആവില്ല എന്നൊരു പേടിയുണ്ട്. പിന്നെ ടാർഗറ്റ്സ് ഒന്നും ഞാൻ ഇതുവരെ അച്ചീവ് ചെയ്തു. ഓൾമോസ്റ്റ് 2 വീക്സ് കഴിഞ്ഞു. എനിക്ക് 50 to 100 ആണ് എൻ്റെ ടാർഗറ്റ്. ആകെ 12 എന്തോ ആയുള്ളൂ. ഇത് കൂടുതൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ മാമാണ് എന്നോട് പറഞ്ഞത് ഓക്കെ നൗ യു ക്യാൻ ട്രൈ വൺ തിങ്. ഇപ്പം മുതൽ നിങ്ങൾക്ക് ഇത്രയും ദിവസം നിൻ്റെ മുമ്പിലുണ്ട്. ഈ ദിവസത്തിനുള്ളിൽ നീ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യൂ എന്ന് ബിലീവ് ചെയ്യുക. നിൻ്റെ ഡാഷ്ബോർഡ് എല്ലാ ദിവസവും നീ മനസ്സിൽ വിചാരിക്കുക. ബിഫോർ യു സ്ലീപ്പ് ആൻഡ് ബിഫോർ യു വേക്ക് അപ്പ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നീ ഇങ്ങനെ നിൻ്റെ ഈ ഡാഷ്ബോർഡ് മനസ്സിലിങ്ങനെ കാണാം. ആ ഡാഷ്ബോർഡിൽ ഇപ്പോൾ 12 എന്നുള്ള സ്ഥാനത്ത് നിൻ്റെ മിനിമം ടാർഗറ്റ് 50. അപ്പോൾ 50 to 100 നിനക്ക് ഇഷ്ടമുള്ള നമ്പർ, അതായത് ഈ ടാർഗറ്റാണ്, ഞാൻ ഇത്രയും നമ്പേഴ്സാണ് ഈ മന്ത് അച്ചീവ് ചെയ്യാനുള്ള ഈ നമ്പേഴ്സ് നീ ആ നിൻ്റെ ഡാഷ്ബോർഡിൽ കാണുന്നത് പോലെ നീ വിശ്വസിക്കുക. എന്നിട്ട് നീ അതിങ്ങനെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നീ സാധാരണ ചെയ്യുന്ന നിൻ്റെ എല്ലാ നോർമലി എന്തൊക്കെ നിനക്ക് ചെയ്യാനാവോ, നിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യാം. കൂടുതൽ ഒപ്റ്റിമൈസേഷൻസ്, പ്രൊമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം. പക്ഷേ നീ വിശ്വാസത്തോടു കൂടി നീ വർക്ക് ചെയ്യുന്ന നിൻ്റെ കഴിവിൽ നിനക്ക് വിശ്വാസമുണ്ട്, നിൻ്റെ ടാലൻസിൽ നിനക്ക് വിശ്വാസമുണ്ട്, നിൻ്റെ ജോബിൽ നിനക്ക് ഇഷ്ടമാണ്. അപ്പോൾ നീ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നിനക്ക് നിൻ്റെ ലീഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും, നിൻ്റെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കും. എന്നിട്ട് നമുക്ക് 1 മന്തിൽ കാണാൻ. അപ്പോൾ എനിക്ക് വൈ ഷീ ഈസ് ടെല്ലിംഗ് ദിസ് എന്നൊരു
തോട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. ശരി, എന്നെ സീനിയർ മാമാണ് മാഡം, എല്ലാം മാഡത്തിനുണ്ട് ടാർഗറ്റ്സ്, മാം എല്ലാ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്ന ഒരാളാണ്. സോ ഓഫ് കോഴ്സ് വിചാരിച്ചു ഓക്കെ മാം പറഞ്ഞ പോലെ ട്രൈ ചെയ്യാം. സോ അന്ന് മുതൽ ഞാൻ ട്രൈ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും ഒരു ജസ്റ്റ് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെ എൻ്റെ ടാർഗറ്റ്സ് അച്ചീവായി, എനിക്ക് ഒരു 200 ഇടയിൽ ഞാൻ കിട്ടി, അങ്ങനെ നമ്പറാണ് വിചാരിച്ചു. ആ നമ്പർ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ വിചാരിച്ച് 1 മന്ത് എൻ്റെ സാധാരണയുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു. കൂടുതൽ പ്രൊമോഷൻസ് ചെയ്യാൻ ശ്രമിച്ചു, കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിച്ചു, ആ വെബ്സൈറ്റ്സ് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. ഫോർച്യുനേറ്റ്ലി മിറാക്കുലസ്ലി എൻ്റെ ലീഡ്സ് അല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ്സ് സ്റ്റാർട്ടഡ് സർജിങ്. ആ വെബ്സൈറ്റ് ഓൾമോസ്റ്റ് 10 to 11 ലീഡ്സ് കിട്ടുന്ന വെബ്സൈറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് 1 year. Suddenly it started getting the leads and it is improving. So I was like really amazed. Then ഞാൻ മാഡത്തോടൊന്നും സംസാരിക്കാൻ പോയില്ല. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ അതേ മെത്തേഡ് ഞാൻ പിന്നെയും ട്രൈ ചെയ്തു. ഹോൾ മന്ത് ഞാൻ ഓൾമോസ്റ്റ് 58 ലീഡ്സ് എനിക്ക് ആ മന്ത് കിട്ടി. എന്നിട്ട് എനിക്ക് ഭയങ്കര അപ്രീസിയേഷനൊക്കെ കിട്ടി. കാരണം ഷീസ് ന്യൂ കമർ, അങ്ങനെ എന്നിട്ടും ഷീസ് അച്ചീവ്ഡ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു വാട്ട് കൈൻഡ് ഓഫ് മിറാക്കിൾ ഈസ് ദിസ്, എങ്ങനെയാണ് സാധിച്ചത്? അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ വിഷ്വലൈസേഷൻ എന്നാണ് വെച്ചത്. അപ്പോൾ ഞാൻ വിഷ്വലൈസേഷൻ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വിഷ്വലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടെക്നിക്ക്. ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നമ്മുടെ എയിമുകൾ അച്ചീവ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ എനിക്ക് ഓൾറെഡി ബിലീഫായിട്ടുണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച കാര്യം അവിടെ സാധിച്ചിരിക്കുകയാണ്. അവിടെ ഞാൻ 2 കാര്യങ്ങളാണ് കോർഡിനേറ്റ് ചെയ്തത്. എനിക്ക് ബിലീഫ് ഉണ്ടായി, ആ ബിലീഫിൽ നിന്നും ഞാൻ കൂടുതൽ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്തു. ഞാൻ പോലും അറിയാതെ അത് വിഷ്വലൈസേഷൻ മെത്തേഡാണെന്ന് എനിക്ക് അറിയുമ്പോൾ ചെയ്യാതെ ഞാൻ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായി. അടുത്ത എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ന്യൂ കമറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻസെൻറ്റീവ്സ് ഒക്കെ കൂടണമെങ്കിൽ ഞാൻ ആ മന്തിലെ ബെസ്റ്റ് പെർഫോമർ ആയിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതായിരുന്നു പിന്നെ അങ്ങോട്ടേക്കുള്ള എൻ്റെ വിഷ്വലൈസേഷൻ. ഞാൻ ഈ സെയിം വിഷ്വലൈസേഷൻ മെത്തേഡ്സ് വീണ്ടും ട്രൈ ചെയ്തു. എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ മന്ത്ലി മീറ്റിംഗ് ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് അപ്രിസിയേഷൻ നെക്സ്റ്റ് മന്തും കിട്ടുന്നു, അതിൻ്റെ 3rd മന്തും കിട്ടുന്നു, അതിൻ്റെ ഒരു ക്വാർട്ടർ മുന്നിൽ എനിക്ക് അപ്രിസിയേഷൻ കിട്ടുന്നു. ടോട്ടലി എനിക്ക് ഞാൻ ബെസ്റ്റ് പെർഫോമറായിട്ട് മാറുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ മൊത്തത്തിലുള്ള വിഷ്വലൈസേഷൻ. സോ അങ്ങനെ ഞാൻ ചെയ്തു. ആ മന്ത് മാത്രമല്ല, ആ ക്വാർട്ടർ മാത്രമല്ല, ആ ഇയർ ഫുൾ ഞാൻ സക്സസ്ഫുൾ ആയിരുന്നു. എൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രോഫി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് ആ ഇയർ കിട്ടിയ ബെസ്റ്റ് പെർഫോമറായിട്ടുള്ള എൻ്റെ ട്രോഫി. അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബിഗിനിങ്ങിലെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്. ലോ ഓഫ് അട്രാക്ഷൻ എന്നെ എത്ര അമേസ്ഡാക്കി എന്നുള്ള ഒരു സ്റ്റോറി. ഇതിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാക്കില്ല, നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ബിലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും സക്സസ്ഫുൾ ഉണ്ടാവും, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവും, നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയും. എങ്ങനെ? ഈ പലതരത്തിലുള്ള നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കിയിട്ട് നമ്മൾ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കിയെടുത്ത് നമ്മളുടെ വിഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ എയിമിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും. സോ ഇത്രയും ഞാൻ പറഞ്ഞതിൽ വെച്ചാൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഒരു ബിഗിനർ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിൽ എന്താണ് എന്നെപ്പോലൊരു ബിഗിനർ ചെയ്തത് എന്നത്. ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഐ റിയലി വാണ്ടഡ് ടു ഗിവ് യു സം ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്. എൻ്റെ ഈ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം ആവശ്യമാണ്.
നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. ഒരു അറിവില്ലാത്ത, ഇതിനെക്കുറിച്ച് യാതൊരു കണക്ഷൻസ് ഇല്ലാത്ത ഒരാൾ ഈ ടെക്നിക്ക് അറിയാതെ ചെയ്ത്, കാരണം ആ സമയത്ത് എനിക്ക് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് വർക്ക് ആവുന്നുണ്ട്, അങ്ങനത്തെ ഇൻഫർമേഷനൊന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഡൗട്ടോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡൗട്ടൊന്നും ഇല്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. താങ്ക് യു എവരിവൺ. ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോസിലും നമുക്ക് ഒരുമിച്ച് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് സംസാരിച്ച്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച്, ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, മണി ഓർ റിലേഷൻഷിപ്പ് ഓർ ജോബ്, ഇനി അതല്ല നമ്മുടെ ഏതൊരു എയിമിനെക്കുറിച്ചും എയിമും നേടിയെടുക്കാൻ എങ്ങനെയൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാം, ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് സക്സസ്ഫുൾ ആവാം. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു എവരിവൺ. ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോസിലും നമുക്ക് ഒരുമിച്ച് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് സംസാരിച്ച്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച്, ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, മണി ഓർ റിലേഷൻഷിപ്പ് ഓർ ജോബ്, ഇനി അതല്ല നമ്മുടെ ഏതൊരു എയിമിനെക്കുറിച്ചും എയിമും നേടിയെടുക്കാൻ എങ്ങനെയൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാം, ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് സക്സസ്ഫുൾ ആവാം. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.